ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മൾ അടിപൊളിയായിട്ടിരിക്കണം. ഇന്ന് അമ്മയുടെ പിറന്നാളാണല്ലോ. എന്താ എത്രാമത്തെ പിറന്നാളാണെന്ന് പറയാൻ ആഗ്രഹമുണ്ടോ? അതാഗ്രഹം 18ാമത്തെ പിറന്നാളാണ്. നമ്മളിന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ചുമ്മാ പുറത്തൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് സാറ്റർഡേ ആണ്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, വിഷ്ണു ഉണ്ട്, ഞാനുണ്ട്, ഇതേ യുവി ഉണ്ട്. യുവിക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, കാരണം ശീലമല്ലോ, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമ്മളിവിടെ യുത്രക്ട് ഡി ഹാർ എന്ന് പറയുന്ന, കറക്റ്റാണ് തോന്നുന്നു, ഡി ഹാർ എന്ന് പറയുന്ന കാസിൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ 5 കൊല്ലം മുന്നേ ഞാനും വിഷ്ണുവും കൂടെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്നതായിരുന്നു ഡി ഹാർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അവിടെ അമ്മേനെയും അച്ഛനെയും കൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇതൊരു പഴയ കാസിലാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാസിലാണ്. അപ്പോൾ ഞങ്ങൾ കാസിൽ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തെത്തുന്നതിൻ്റെ മുന്നേ ഞാനും അച്ഛനും ഒക്കെ അമ്മയ്ക്ക് ചെറിയ സർപ്രൈസും കാര്യങ്ങളും കൊടുത്തിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടുവരുമ്പോഴേക്ക് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയാവാം അല്ലേ? അതെല്ലാവരും കണ്ട് നമ്മുടെ ഇമോഷണൽ മൊമെൻ്റ് ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ കാര്യത്തിന് വലിയ വിലയൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് പോയി കണ്ടിട്ട് വരും. അപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കട്ടെ. അല്ലോ വി അയ്യോ മറന്നു. വെൽക്കം ടു എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. എൻ്റെ അയ്യോ മറന്നുപോലെ അച്ഛനും ഇഷ്ടം കൂടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ പോയിട്ട് ഹലോ ഗൈസ്, ശബ്ദത്തിന് ചെറിയൊരു അടപ്പുണ്ട്, അതുകൊണ്ട് എൻ്റെ ഈ ഒരു സെസ്കി വോയിസ് വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇന്ന് ഒരുപാട് സമയം ഇൻട്രോ പറഞ്ഞ് പൊലിപ്പിക്കാനുള്ള ഒരു സമയം നമുക്കില്ല, എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും. കാരണം അമ്മ ഈ കാറിൽ വന്ന് കയറുന്നതോടുകൂടെ നമ്മുടെ ഈ ഇൻട്രോ ഇവിടെ നിൽക്കും. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ചമ്മലോ നാണോ എന്തെങ്കിലുമൊക്കെ ആവും. ഇന്ന് അമ്മേനെയും കൊണ്ട് മാത്രം നമ്മളൊന്ന് പുറത്തു പോവാണ്. ആംസ്റ്റർഡാം സെൻട്രലാണ് കേട്ടോ പോണേ. മറ്റന്നാൾ അമ്മയുടെ പിറന്നാളാണ്, 27-ാം തീയതി. അപ്പോൾ എന്ത് ഗിഫ്റ്റാണ് അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ളത് തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഗിഫ്റ്റ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കൂടെ ഒന്ന് ഇരുത്തി ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം സമയമായിരിക്കും. അമ്മേനെ ഞാൻ കാണുമ്പോൾ തൊട്ട് എൻ്റെ രോഹിത്തിന്റെ ഓരോ കാര്യങ്ങള് നന്നായി ചെയ്യാൻ വേണ്ടി ഓടി തിരക്ക് പിടിച്ച് കിടക്കുന്ന ഒരാളാണ് കേട്ടോ. എല്ലാ മക്കളെയും വളർത്തുന്നതിന്റെ ഭാഗമായി പേരൻസിന് കുറെ അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ അമ്മ എന്നെ എന്നീ രോഹിത്തിനെ വളർത്തുന്നതിന്റെ ഭാഗമായി ഒരുപാട് സാക്രിഫൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അമ്മേനെ മറന്നു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻസ് എനിക്ക് രോഹിത്തിനും തന്നിട്ട് തന്നെയാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം ഞാൻ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ കുറച്ചും കൂടി ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടി അമ്മേനെയും കൊണ്ട് നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിൽ പോവുകയാണ്. ഞാനും അമ്മയും മാത്രം, വേറെ ഒരു കാര്യം ചിന്തിക്കാതെ പൂർണ്ണമായി അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചും കൊണ്ടുള്ള കുറച്ച് മണിക്കൂറുകൾ. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ചിലപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ തോന്നുന്നൊരു വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടെ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും അമ്മേനെ ഈ കാറിലോട്ട് നമുക്ക് കയറ്റി സെൻട്രലിൽ പോയി അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടെ ചെയ്തു കൊടുക്കുന്ന ഒരു മകളായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോവാം. എക്സൈറ്റഡ് ആണോ? അമ്മയാണ് തീരുമാനിക്കണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചരും. അമ്മ എന്ത് പറഞ്ഞാലും നമ്മളൊന്ന് ചെയ്യും. പിന്നെ നല്ലോണം അറിയാം, ഞാൻ ഒരു കണക്കിന് കൂടുതൽ പറയില്ല. പറഞ്ഞോളൂ, ചുമ്മാ പറയണം. നമ്മൾ വാങ്ങിക്കണം എല്ലാം. ഓക്കെ, എല്ലാം വാങ്ങിക്കും. അപ്പൊ പോവാം. ലെറ്റ്സ് ഗോ. നമ്മള് പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറായിട്ട് റായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് P+R എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്യും. P+R എന്താന്നുള്ളത് ഞാൻ കുറെ തവണ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവ് എമൗണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓ, ഇത് കണ്ടോ പൊളി. ചേച്ചി ഇറങ്ങി ഞാൻ ഒന്ന് കയറായിരുന്നു. അപ്പോ നമ്മൾ P+R പോയിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് സെൻട്രലിൽ പോകും. അതാണ് നമ്മുടെ പ്ലാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ, യുവി ആരുടെ അടുത്താണെന്നല്ലേ? യുവി വിഷ്ണുവിന്റെ അച്ഛന്റെ അടുത്താണ് കേട്ടോ. നമ്മളൊരു 3-3.5 മണിക്കൂറിൽ നമ്മൾ തിരിച്ചു വരും. ചെറിയൊരു പ്ലാനാണ്. പിന്നെ ഒപ്പം നമുക്ക് NL ഫാമിലിക്ക് ഒരു ബേബി സിറ്റർ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വരാറില്ലേ ഒരു ലേഡി, അപ്പൊ അവര് കുട്ടികളെ ബേബി സിറ്റ് ചെയ്യും കൂടെ ചെയ്യും കേട്ടോ. അവര് വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ ബേബി സിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നെയ്ത്തനെ ആണെന്നുണ്ടെങ്കിലും ഡാനീനെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ബേബി സിറ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലങ്ങളായിട്ട് നമുക്ക് അറിയുന്നതാണ്. അപ്പോ ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മളൊന്ന് മാറി നിൽക്കുമ്പോൾ അവരെ എടുത്ത് ബേബി സിറ്റ് ചെയ്യാനാണ് ഇവിടെ എല്ലാവരും പ്രിഫർ ചെയ്യാറ്. അപ്പോൾ നമ്മളും അവരെ തന്നെയാണ് ബേബി സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത്, ഇനി വിളിക്കും ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ എനിക്കും വിഷ്ണുവിനും പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ അഡൽട്സിന് മാത്രം പോകാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് ക്യാമറ ഇട്ടൊരു യാത്ര
അമ്മയായിട്ട് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. ഭംഗിയായിക്കോട്ടെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കൊന്ന് പുറത്തു പോകാൻ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടം ഒറ്റയ്ക്ക് ഡിന്നർ കഴിക്കാൻ പോകണം അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ആക്കി പോവാൻ നാട്ടിലെ പോലെ ഗ്രാൻഡ് പേരൻസ് ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല വിശ്വാസമുള്ള ഒരു ബേബി സിറ്റർ ഇങ്ങനെ അധികം വീടുകളിലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വിശ്വാസമുള്ള ഒരാളാണ് പുള്ളിക്കാരി. അപ്പൊ പുള്ളിക്കാരിയും അച്ഛനും വിഷ്ണുവും കൂടെയാണ് യുവിനെ തൽക്കാലം നോക്കുന്നത്. നമ്മളൊരു 3.5-4 മണിക്കൂറിൽ തിരിച്ചെത്തും അല്ല മമ്മി? ലെറ്റ്സ് ഗോ. പെട്ടെന്നൊരു സ്ഥലത്ത് പോയി വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരിക്കും. ഇന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ബ്ലോക്കാണ് പല പല സ്ഥലങ്ങളിൽ. ഇപ്പം നമ്മൾ സിഗ്നലിലാണ് കിടക്കണം കേട്ടോ. പക്ഷെ സാധാരണ എടുക്കണേനേക്കാളും ഒരു 10-20 മിനിറ്റ് കൂടുതൽ എടുത്തായിരുന്നു. അമ്മയ്ക്ക് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര സംശയങ്ങളൊക്കെയാണ്. ഇവിടെ ആരും ഇല്ലല്ലോ, പേടിയാവുന്നില്ലേ ഇപ്പം വീടാൻ കേട്ടോ, പേടിയാവുന്നില്ലേ ഇവിടെ നടക്കാൻ? ഒരു സുരക്ഷിതത്വം തോന്നുമോ? അല്ല അമ്മ, ഞാൻ പറഞ്ഞു ആരില്ലെങ്കിൽ എന്താ പേടിക്കേണ്ട ആവശ്യം? ആരില്ലെങ്കിൽ ആരില്ലല്ലോ. സുരക്ഷിതത്തിന്റെ കുറവ് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ആൾക്കാർ അധികം ഞാൻ അങ്ങനത്തെ കണ്ടിട്ടില്ല കേട്ടോ പ്രശ്നങ്ങൾ. ഇതുവരെ അങ്ങനെ കേട്ടിട്ടുമില്ല. അതെന്റെ സ്റ്റാൻഡാ. രാത്രി നേരത്തെ ഒറ്റയ്ക്ക് വരണം, രാത്രിയിലും പകലയിലും ഒറ്റയ്ക്ക് വരണം. ഇവിടെ അങ്ങനെ ഇതുവരെ പ്രശ്നം കേട്ടിട്ടില്ല. 1-2 സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴും നമ്മളങ്ങനെ നമ്മൾ സേഫ്റ്റി ഒക്കെ നോക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യുക. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന പോലെ ഇല്ലാന്നുണ്ടെങ്കിൽ. ഞാൻ ലുക്കായിട്ടില്ലേ, വൈറ്റ് ജാക്കറ്റും വൈറ്റ് ഒരു ക്രീം കളറിലൊക്കെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പോവാം. ഇനി ഇവിടെ നമുക്കൊരു മെട്രോ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ റോക്കിൽ പോയി ഇറങ്ങും. പിന്നെ ബാക്കി കഥ നിങ്ങൾക്ക് അറിയാലോ. ഏതാ സ്റ്റേഷൻ എന്ന് അറിയാമോ? അല്ല, യൂറോപ്പ പ്ലെയിൻ. സൗദിൻ്റെ അടുത്തുള്ള സ്റ്റേഷനാണ്, റായ് എന്ന് പറയും. ഇവിടെ നിന്ന് നമുക്ക് റോക്കിനിക്ക് 7 മിനിറ്റ്, 7 മിനിറ്റ് ഒന്നുമില്ല, 5-6 മിനിറ്റിൽ നമ്മൾ റോക്കിനിലെത്തും, നമ്മുടെ ഡാം സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ വന്ന ഉടനെ ഉണ്ടല്ലോ എനിക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. ഇനി എങ്ങാനും ഞാൻ സ്റ്റേഷൻ മാറി ഇറങ്ങുമോ, പിന്നെ അത് കറക്റ്റ് സ്ഥലത്ത് എത്തില്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ കണ്ണ് മെട്രോയിൽ കയറിയാൽ ഈ ബ്ലിങ്ക് ചെയ്തിരിക്കുന്ന ലൈറ്റിൻ്റെ അവിടെ തന്നെ ആയിരിക്കും കേട്ടോ എൻ്റെ സ്റ്റേഷൻ എത്തിയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്താണ് ഇത് സീ ലെവലിന് താഴെയുള്ള, എനിക്ക് ഞാനത് പറഞ്ഞ് കേൾക്കുന്നവർക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം കൂടെ പറയാം, ഇതിൻ്റെ സൈഡിൽ കുഴിച്ചപ്പോൾ കിട്ടിയ സാധനങ്ങൾ ഇവിടെ കൃത്യമായി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് നിങ്ങൾക്കും പറഞ്ഞിരിക്കും ബോറടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഒന്നും കൂടെ പറയാം, ഈ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് കുഴിച്ചപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ അതൊക്കെ ഒരു ഷോ പീസ് പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഡാം സ്ക്വയർ എത്തി. എൻ്റെ ആഗ്രഹം ഇവിടെ വന്നിട്ട് ആ വേൾഡ് ഫേമസ് കുക്കി ഇല്ലേ, അത് ആദ്യം വാങ്ങിക്കണം എന്നായിരുന്നു. പക്ഷെ 5 മണി വരെയൊക്കെ അത് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് ഇറങ്ങി കഴിഞ്ഞപ്പോക്ക് കുറച്ച് ലേറ്റായി. ഫാൻ സ്റ്റേപ്പിൾ എന്നാട്ടോ ഈ ഒരു കുക്കി കടയുടെ പേര്. ഇവരൊരു ചെറിയ കടയായിട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷെ കുക്കിയുടെ ടേസ്റ്റ് കാരണം ഇപ്പം അതേ ഡാം സ്ക്വയറിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ വലിയൊരു ഷോപ്പ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 18 കുക്കി മാത്രമേ അറ്റ് എ ടൈം തരുള്ളൂ, കാരണം അത്രയും ഡിമാൻഡാണ് ഇവിടെ. അങ്ങനെ നമുക്ക് കിട്ടി ഏർത്തിലെ ബെസ്റ്റ് കുക്കി. ഇത് അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ എപ്പോഴും കഴിക്കുന്നവരുടെ ടേസ്റ്റ് ബഡ്സ് അനുസരിച്ചിരിക്കും. അമ്മ ഒന്ന് കഴിച്ചു നോക്കിയൊക്കെ എങ്ങനെയുണ്ട്, ഞാൻ വിടാൻ പോയി നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ഉണ്ടല്ലോ 6 മണി വരെയാണ് യൂഷ്വലി കട ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷെ 4 മണിക്ക് ശേഷം അവർ കുക്കീസ് ഉണ്ടാക്കില്ല. അപ്പം 4 മണിക്ക് ശേഷം എപ്പോഴാണോ അവർ ഉണ്ടാക്കി വെച്ച കുക്കീസ് തീരുന്നത് അപ്പം അവർ അടയ്ക്കും. അത്രയും ഡിമാൻഡാണ്. ഇപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ക്യൂ കണ്ടോ. ഉള്ളിക്ക് കഴിച്ചു വരുമ്പോൾ കൂടുതൽ ഇങ്ങനെ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റും കൂടെ ആയിട്ട് ഇങ്ങനെ ഇല്ലേ, അടിപൊളിയല്ലേ. ഒരു കടിയും കൂടെ കടിക്കും, അപ്പോൾ നമുക്ക് ഉള്ളിലൊരു സാധനം കിട്ടും, ഒരു മിൽക്കിൻ്റെ. അമ്മ അറിയൂ, നീ ഞങ്ങളുടെ അടുത്ത് എന്താ വേണ്ട? ഞാൻ ഓപ്ഷൻസ് തരാം. ബാഗ്, ഡ്രസ്സ്, ജ്വല്ലറീസ്, പാത്രങ്ങൾ. ജ്വല്ലറിയോ? ഡ്രസ്സൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. ഇവിടുന്ന് കഴിഞ്ഞപ്പോൾ ഈ ഡ്രസ്സ്, ഇവിടുത്തെ ടൈപ്പ് ഡ്രസ്സ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കില്ല. നമ്മൾ ആദ്യം ഇവിടെയുള്ള TK Maxx പോകാമെന്ന് വിചാരിച്ചേ. അവിടെ അത്യാവശ്യം നല്ല ജ്വല്ലറീസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റും ജ്വല്ലറിക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കടയുണ്ട്. അവിടെ പോവാം. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും, ഏകദേശം ഒരു 2-2.5 കൊല്ലം മുന്നെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് അച്ഛനെയും അമ്മേനെയും ഇവിടെ കൊണ്ടുവരുന്നത്. എനിക്ക് ജോലി കിട്ടി, ഞാനൊന്ന് ഇവിടെ സ്റ്റേബിൾ ആവുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെയ്തു. അന്ന് അവർ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റിയെന്നല്ലാതെ അവർക്ക് വേണ്ട ഒരുപാട് സാധനങ്ങളൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അന്ന് ഞാൻ ജോലിക്ക് കയറി കുറച്ച് സമയമല്ലേ ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യലി ഞാനൊന്ന് സ്റ്റേബിളായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആഗ്രഹം കാരണം അവർ പെട്ടെന്ന് കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു അമ്മയ്ക്കും അച്ഛനും വേണ്ട സാധനങ്ങളെല്ലാം എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത്. ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇത്തവണ പറ്റില്ല, നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം. പക്ഷെ അമ്മയും അച്ഛനും പറഞ്ഞ ഓരോ സാധനം അവർ കംപ്ലീറ്റ് ആവുന്നതിന്റെ മുന്നേ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇത്തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും സംഗതികളുണ്ടായിട്ടും അമ്മ ഫോക്കസ് ചെയ്യണത് നമ്മുടെ എന്താ പറയാ തല കവർ ചെയ്യാനും ചെവി കവർ ചെയ്യാനും പറ്റുന്ന നമ്മുടെ വൂളനായിട്ടുള്ള സംഗതികളുണ്ടല്ലോ, ഇയർ വാമറും ക്യാപ്പും ഒക്കെ. അത് വളാഞ്ചേരി പോയി തൊട്ടിട്ടാനി അമ്മ എ സി ഇട്ടിട്ട് കിടക്കും. ആൾക്കാർക്കുള്ള ഓരോ താല്പര്യം നോക്കണേ. ഇനി ജാക്കറ്റ് ഇടും രാത്രി. എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, എനിക്കിങ്ങനത്തെ ജ്വല്ലറീസിനേക്കാളൊക്കെ ഇപ്പം താല്പര്യം ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽസ് പാത്രങ്ങളൊക്കെ അല്ലേ, അതാണ്. ഈ ഒരു ഏരിയ അമ്മയ്ക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണ്ടെന്നാണ് അമ്മയുടെ അഭിപ്രായം. എനിക്കാണെങ്കിൽ ഇവിടുന്ന് വിട്ടുപോരാൻ ഇഷ്ടമല്ല. എനിക്ക് ഈ കിച്ചണിൽ പുതിയ പുതിയ പാത്രങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ ഡെക്കറേഷൻസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് പറയുമ്പോൾ റോസ് പറയും നമ്മൾ ഈ തള്ള വൈബ് സമയത്താണ് നമുക്ക് ഇതൊക്കെ ഇഷ്ടം വരികയെന്ന്. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ TK Maxx ഇറങ്ങി. ഇങ്ങനെയുണ്ടായിരുന്നു TK Maxx? നല്ല കളക്ഷൻ ഉണ്ട്, ബാഗിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അടുത്ത് ഒരുപാട് ബാഗുണ്ട്. നീ വാങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഞാൻ വരുമ്പോൾ കുറച്ച് ബാഗ് വാങ്ങി വെച്ചായിരുന്നു. ഈ ബാഗിന് ഇനി സ്കൂളിൽ പോകാനും ഇല്ലാന്ന്, അപ്പം അതുകൊണ്ട് ബാഗിൻ്റെ ആവശ്യമില്ല എന്നാ പറഞ്ഞത്. നമ്മളിനി ഹേമയിൽ പോവാട്ടോ. യുവിക്ക് ഇന്നർ വാങ്ങിക്കാനുണ്ട്. ഇപ്പം തണുപ്പ് തുടങ്ങിയില്ലേ, അപ്പം എന്തെങ്കിലും കുറച്ച് ടൈറ്റായി കിടക്കുന്ന പോലത്തെ റോംബേഴ്സ് വാങ്ങിക്കണം. വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, കുഴപ്പമൊന്നുമില്ല. അവർ 3 ആൾക്കാരും കൂടെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ അങ്ങനെ ജ്വല്ലറിയുടെ കണ്ട ഇവിടെ ഒരു ജ്വല്ലറിയുടെ കട കണ്ടപ്പോൾ അവിടുന്ന് വാങ്ങിയത് നഷ്ടമായി. ഇത്ര ഇവിടെയുള്ള ഈ മെയിൻ സ്ട്രീറ്റില്ലേ, ഷോപ്പിംഗ് സ്ട്രീറ്റ് കാൽഫസ്ത്രാത്ത്, അവിടെ ഇപ്പം ഇഷ്ടം പോലെ ഇങ്ങനത്തെ ജ്വല്ലറിയുടെ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു കമ്മൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നേ. തുമ്പിക്ക് ഇത്ര വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു സാധനമാണ് തുമ്പി എന്നാണ്. നമ്മൾ വന്നിരിക്കുന്ന ഒരു ഫാൻസി ഷോപ്പിങ്ങിനാണ്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഫാൻസി കണ്ടതുണ്ടല്ലോ, മറ്റേ മാടമ്പള്ളിയിലെ യക്ഷി ആരാന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. നല്ലതായിരിക്കും, നല്ലതായിരിക്കും. ഇപ്പൊ 2 കടയിൽ നിന്ന് നമ്മൾ മാലയും കമ്മലും മാലയും തന്നെ അടച്ചു. അമ്മയുടെ ഫാൻസി ഷോപ്പിംഗ് കാരണം പാവം യുവിക്ക് ഇന്നർ നോക്കണ്ട, കട അടച്ചു. ഇനി എന്താ, ഡ്രസ്സ് വേണോ? ഡ്രസ്സ് വേണ്ട. അമ്മേന്റെ പറഞ്ഞായിരുന്നു ഉറക്ക പറയണമെന്ന്, കലക്ക് കേക്കില്ല എന്നപ്പോ അമ്മ വേണ്ട. അവിടെ പോയാലേ എനിക്ക് ചുരിദാറും സാരിയൊക്കെ ഉള്ളതാണ്. ഇപ്പൊ എന്താ വേണ്ട? ഫുഡ് കഴിക്കണോ? ഫുഡ് കഴിക്കണ്ട, അപ്പൊ എനിക്ക് 2 വയറിലുണ്ട്. നീ നാട്ടിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും നോക്കണോ? ആമിക്കൊക്കെ വാങ്ങിക്കാൻ? ആമിക്ക് വാങ്ങിക്കണം എന്തെങ്കിലും. ആമിക്ക് പിന്നെ അച്ഛൻ്റെ 1-2 ഫ്രണ്ട്സിന് എന്തൊക്കെയോ സാധനം വാങ്ങിക്കേണ്ടതെന്ന് പറയണ്ടായിരുന്നു. നോക്കാം. നമ്മൾ പ്രൈമാർക്കിൽ വന്നിക്കാണ്. ഇവിടെ നിന്ന് നാട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് കഴിഞ്ഞ തവണ വന്നപ്പോൾ അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്ര. അതന്നെ അമ്മയ്ക്ക് വേണമെന്ന്. പ്രൈമാർക്കൊക്കെ മാറിപ്പോയി അമ്മ. മുമ്പ് കണ്ട പ്രൈമാർക്കിന്റെ മനസ്സിലില്ലല്ലോ. അമ്മ ഇവിടെ നിന്ന് എടുത്തിക്കുന്നത് എന്താണെന്നുണ്ടോ? കാണിക്കൂ. തെർമലും ഹോട്ട് ബാഗും. ഞാൻ പോണത് കേരളത്തിലേക്ക്. 2-3 സാധനങ്ങൾ എടുത്തു. എന്തൊരു ക്യൂ അവിടെ. സാധനം അങ്ങനെയൊക്കെ നല്ലത്. ക്യൂ മതിയായി. ആകെ അമ്മയ്ക്ക് ഒരു തെർമലും ഒരു ഇതും പിന്നെ 1-2 ഇന്നറോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു. മതിയായി പോയി നമുക്ക്. നമ്മൾ ബില്ല് ചെയ്യാൻ സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ കുറേ നുറുമ്പ് സാധനം വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണെന്നറിയോ? നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തു പോകും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ തന്നെ എടുത്തു കൊടുത്തത് 2-3 എണ്ണം ഇല്ലേ. അപ്പ ബില്ല് ഇറങ്ങിയപ്പോക്ക് മനുഷ്യന് വയ്യാതെ. നീ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ ചോദിച്ചായിരുന്നു. യുവിക്ക് വലിയ തിരക്കേടൊന്നുമില്ല, വലിയ ധൃതി പിടിച്ച് വരണ്ടെന്നാണ് അച്ഛനും വിഷ്ണു തന്ന ഫീഡ്ബാക്ക്. പക്ഷെ നമ്മൾ ധൃതി പിടിച്ച് പോകണ്ടോ? ഞാൻ വിചാരിച്ച അമ്മ നമുക്ക് പോവാന്ന്. തിരിച്ചു വരുമ്പോ ഞാൻ അമ്മേനോട് ആദ്യം ചോദിച്ചേ നമുക്കിങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ ഒട്ടും പോണ്ട, കാരണം യുവീനെ വീട്ടില് ആക്കിയിട്ട് പോണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ വന്ന ആൾക്ക് തിരിച്ചു വന്നു തോന്നുന്നുള്ള. ഇപ്പോഴാണ് അമ്മയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ രസം തോന്നുന്നത് അല്ലേ. വെല്ലച്ചനെയാണ് സേഫ് ഹാൻഡ്സ്. അവൻ ആക്ച്വലി അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരാളാട്ടോ. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഏൽപ്പിച്ച് വരാൻ പറ്റണത്. പിന്നെ എൻ്റെ അടുത്ത് എത്ര കംഫർട്ടബിൾ ആണോ അത്ര തന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തും കംഫർട്ടബിൾ ആണ്. അച്ഛൻ്റെ അടുത്ത് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അത് സുഖമായി പാലുടിക്കുന്നുണ്ട്, ഇടയ്ക്ക് മൂത്രമൊഴിക്കുന്നുണ്ട്, പിന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ സമാധാനപരമായി പോകണ്ട. അതുകൊണ്ട് ധൃതി വെക്കേണ്ട, മെല്ലെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മെല്ലെ പോകണ്ട, അത്യാവശ്യം സ്പീഡ് തന്നെ.
ജ്വല്ലറി കഴിഞ്ഞാൽ പിന്നെ താല്പര്യം ഐസ്ക്രീം ആട്ടോ. ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ബാക്കിയാണ്. അമ്മ ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാലും അമ്മ അത് ഇന്ത്യൻ റുപ്പിക്ക് കൺവേർട്ട് ചെയ്യില്ലേ? അല്ല, ഒരു ഐസ്ക്രീമിനെ 1000 രൂപയ്ക്ക് പോലെ ഉണ്ടെങ്കിലേ അമ്മ ഇന്ത്യൻ റുപ്പിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ 2-3 ഫ്ലേവേഴ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ 10 യൂറോൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. 10 യൂറോ നോർമലി ഇവിടെ ഐസ്ക്രീമിന് വരില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോഴാണ് വരിക. ഞാനൊരു ഫാൻസി കടം നോക്കി നടക്കണം അമ്മ. ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞു, അമ്മ ഒരു ജലാറ്റോ പറഞ്ഞു. എങ്ങനെയുണ്ട്? ഒരുപാട് ടേസ്റ്റുകൾ ഉണ്ടാവും. പിസ്താഷ്യോ ഉണ്ട്, വാനില ഉണ്ട്, ഹേസൽനട്ട് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഈ സ്ട്രീറ്റിന്റെ എൻഡ് വരെ നമ്മളിത് കഴിച്ചുകൊണ്ട് നടക്കും. പിന്നെ നല്ല വീട്ടിൽ പോവാം. നല്ല ഐശ്വര്യമുള്ള ആൾക്കാരമ്മ. നമ്മൾ കയറുമ്പോൾ ആ കടയിൽ ഒറ്റ മനുഷ്യണ്ടായിരുന്നില്ല. അപ്പോൾ തിരക്ക് നോക്കി നോക്കും. അപ്പോൾ ആർക്കെങ്കിലും കച്ചവടം വേണമെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താൽ മതി. അമ്മ എന്താ ഐസ്ക്രീം കയറിട്ട് മിണ്ടാൻ വരുന്ന അവസ്ഥയിലാണോ? കഴിച്ചതല്ലേ. അങ്ങനെ ഞാനും അമ്മയും കൂടെ നടന്ന് ഇവിടത്തെ ഡാം സ്ക്വയറിൽ നമ്മൾ ഡച്ച് പാലസിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നല്ല ചെറിയ കാറ്റ്, ചെറിയ തണുപ്പ്, തണുപ്പുള്ള ഐസ്ക്രീം, മൊത്തത്തിൽ നല്ല രസമുണ്ട്. അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കാണ്. കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇവിടെ ആംസ്റ്റർഡാം സെൻട്രലിൽ വരുമ്പോൾ പറയാറില്ലേ, ഈ ഒരു ഡാം സ്ക്വയർ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലം കേട്ടോ. കുറേ ചിരിക്കുന്ന മുഖങ്ങളും കുറേ ടൂറിസ്റ്റും കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മ ഇവിടെ കുറച്ച് ഐസ്ക്രീം കഴിക്കുന്ന ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണ്. അങ്ങനെ നല്ലൊരു രാത്രിക്ക് നമ്മൾ അവസാനം കുറിക്കുകയാണ്. തിരിച്ചു പോയാലോ? ജാക്കറ്റ് ക്ലീൻ ചെയ്യാലോ? അമ്മ പകുതി ഐസ്ക്രീം ജാക്കറ്റിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അമ്മ ടെൻഷൻ ഈ ജാക്കറ്റിന്റെ മുകളിൽ അതിന്റെ പാട് നിൽക്കുമെന്നാണ്. പോയാലോ? എന്താ നോക്കണ്ടേ? ഞാനല്ല പറഞ്ഞു, ഇഷ്ടം പറഞ്ഞു എല്ലാം വന്നാൽ മതി, നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് വന്നോന്ന്. അപ്പൊ നമ്മയ്ക്ക് ഒരു ലിപ്സ്റ്റിക്കും കൂടെ നോക്കണം എന്ന് പറയുന്നുണ്ടായി. മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, അത് നോക്കിയിട്ട് പോവാം. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അമ്മയുടെ സിന്ദൂർ എടുത്തിട്ട് ലിപ്സ്റ്റിക് ആയിട്ട് ഇടും കേട്ടോ. അപ്പൊ അച്ഛമ്മ എൻ്റെ അടുത്ത് പറയായിരുന്നു, അത്ര നല്ല സ്വഭാവമുള്ള ആൾക്കാർ ലിപ്സ്റ്റിക് ഇടില്ല എന്ന്. ജനറേഷന്റെ വ്യത്യാസമാണ് കേട്ടോ. പക്ഷെ എന്നാലും അവിടുന്ന് എത്ര മാറിയില്ലേ ഇപ്പോഴത്തെ ആൾക്കാരുടെ ചിന്തയും ഒക്കെ. ഇപ്പം അധികം ആൾക്കാരും ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാറുണ്ട്, ഇടാറുണ്ട്. ലിപ്സ്റ്റിക് എന്നല്ല, മൊത്തത്തിലൊരു മാറ്റം കഴിഞ്ഞ ഒരു 5-10 കൊല്ലമായിട്ട് വളരെ ഫാസ്റ്റ് ആയിരുന്നില്ലേ. എനിക്ക് തോന്നുന്നു ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണമാണ് എന്ന്. ഒരു 5 മിനിറ്റിൽ ഒരു ലിപ്സ്റ്റിക് എടുത്തു. അമ്മയ്ക്ക് വളരെ കുറച്ച് ആവശ്യങ്ങളേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഇട്ട ഇട്ട പോലെ തോന്നാനേ പാടില്ല. എന്നാ പിന്നെ ഇടാതിരുന്നാൽ പോരെ, പക്ഷെ ഇടും വേണം. അങ്ങനെ ഇട്ട പോലെ തോന്നാത്തൊരു ലിപ്സ്റ്റിക് നമ്മൾ എടുത്തു. ഇനി നേരെ പോവാട്ടോ. സമയം 8:15 4 മണിക്കൂർ പ്ലാൻ ചെയ്താൽ നമ്മൾ വന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മണിക്കൂർ ആവാനായി. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോയി കാറൊക്കെ എടുത്ത് വീട്ടിലെത്തണ്ടേ. അപ്പം എല്ലാം ഇറങ്ങാം അല്ലേ? വളരെ കുറച്ച് മണിക്കൂറേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിലും വളരെയധികം വാല്യൂ ആഡ് ചെയ്ത കുറച്ച് മണിക്കൂറുകളായിരുന്നു കേട്ടോ. നമ്മൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈവനിങ്? അടിപൊളിയായിരുന്നു. അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് തരാം. ഐസ്ക്രീം കഴിച്ചു, ലിപ്സ്റ്റിക് വാങ്ങി, ഫാൻസി വാങ്ങി, കുറച്ചുകൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു, നേരെ പോയി. ഇനി നമ്മുടെ റിയൽ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഒന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാം. ബർത്ത്ഡേ കഴിഞ്ഞു. രണ്ടും എടുക്കുക. കഴിഞ്ഞതായിട്ടല്ല, അത്രക്കില്ല. കഴിഞ്ഞതായിട്ട് പ്രത്യേകിച്ച് അല്ല, ഇനി ശരിക്ക് അടുത്ത ദിവസം ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ, പിറന്നാള്. അന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാം. അതല്ലാതെ എന്താ നമുക്ക് ആഗ്രഹം ചെയ്യണം? എല്ലാ ആഗ്രഹവും തീർന്നു. ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കാരണം എന്താ, ആഗ്രഹിച്ചാ എനിക്ക് നടക്കും. ഇനി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് മെട്രോ എടുത്ത് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. അവിടുന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ വീട്ടിലെത്തി. അധിക തവണ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാനും വിഷ്ണുവും കൂടെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ചിരുന്ന് നോക്കാറുണ്ട് കേട്ടോ. ഇന്ന് അമ്മ വാങ്ങിയത് എന്തൊക്കെയാണെന്നുള്ള വിഷ്ണുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേനെയും കൊണ്ട് പുറത്ത് പോകണം എന്നുള്ള ആദ്യം ഒരു പ്ലാൻ വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്ണുവിനായിട്ടായിരുന്നേ. വിഷ്ണുവിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് പോയത്. കാരണം വിഷ്ണു ജോലി നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് നേരത്തെ ഇറങ്ങാൻ വേണ്ടി. യുവി ബേബിനെ നോക്കാൻ ശബ്ദം പോരല്ലോ, കാര്യമൊന്നും ചെയ്തിട്ടുണ്ടല്ലോ. ഗുഡ് ബോയ് ആയിരുന്നോ? ഗുഡ് ബോയ് ആണ് നമ്മുടെ കുട്ടി.
അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. നാട്ടില് ഭയങ്കര തണുപ്പാ. എപ്പോഴെങ്കിലും പോയപ്പോ പിന്നെ അത് ഇയർവാമറ. ഇനി അമ്മ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല. അമ്മ AC 22 ഇടും, എന്നിട്ട് ജാക്കറ്റും ഇതൊക്കെ ഇട്ട് കിടന്നുറങ്ങും. ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് രാത്രി അമ്മ എണീറ്റ് വരിക. മറ്റേ സിനിമയില് കുബേരനില് മറ്റേ ദിലീപ് വരില്ലേ, അതുപോലെ റൂമിന്റെ ഉള്ളിൽ നടക്കി ഇറങ്ങി വരുന്നതാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അതോടുകൂടെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ദിവസം നമ്മൾ എൻഡ് ചെയ്യാണ്. ഇനി നമ്മൾ എവിടുന്നാ വന്നേന്ന് ഓർമ്മയുണ്ടല്ലോ, ആ ദിവസത്തോടെ നമുക്ക് തിരിച്ചു പോകണ്ടേ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ലഞ്ച് നമ്മളൊരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയും പിന്നെ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ ബർത്ത്ഡേക്ക് ഈ വീട്ടിൽ ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരാന്നറിയോ? അമ്മേനെ. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങനെ ശീലിച്ച് വന്നേന്നായിരുന്നു അമ്മ തന്ന മറുപടി. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശീലം മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അത് മാറി അങ്ങോട്ട് എത്തുന്നില്ല. ബിരിയാണി ഓക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് കുഴഞ്ഞു കിടക്കുന്ന ബിരിയാണി ഇല്ലേ, അതായത് ഇങ്ങനെ ഗ്രേവിയും ചോറും കൂടെ ഒന്നായി കിടക്കുന്ന ബിരിയാണി, അതെനിക്കിഷ്ടമല്ല. എനിക്ക് നമ്മുടെ ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ് കൂടുതൽ താല്പര്യം. അത് അങ്ങനെ കഴിക്കാനും പറ്റാറുള്ളൂ കേട്ടോ. ഇത് അച്ഛൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ അമ്മയ്ക്ക്. അച്ഛൻ ഒരു 2-3 ദിവസം മുന്നേ എൻ്റെ അടുത്ത് വന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം അമ്മയ്ക്ക്, അമ്മയുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു നിമിഷം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അതനുസരിച്ച് അമ്മ കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു ഇത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് ഒപ്പം റൊമാൻറ്റിക് ആക്കാൻ വേണ്ടി ഒരു കെട്ട് പുഷ്പവും അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ മുട്ടുത്തിട്ട് കൊടുക്കണം. എന്താണ് പക്ഷെ അമ്മടെ പിറന്നാൾ ആഘോഷിക്കല് ബാക്കി എല്ലാവരുടെയും ആവശ്യമാണ്, നമ്മുടെ അല്ല. അമ്മയ്ക്ക് ഓർമ്മയില്ല നമ്മുടെ പിറന്നാള്. ഒന്ന് കരയൂ സന്തോഷം കണ്ണീർ. എന്നാ ഗസ് ചെയ്യും എന്താണ് അമ്മ? പാത്രോ? അമ്മ കരഞ്ഞോ? നോക്ക് ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് ഒരു എന്താണ് ഇപ്പൊ അമ്മയ്ക്ക് കരച്ചില്? കരഞ്ഞു എന്താണ് ഇപ്പൊ ഒരു കരച്ചില്? എന്താണ് ഞാൻ തന്നപ്പോ അമ്മയ്ക്ക് ഒന്നും പറയണ്ടായിരുന്നില്ലല്ലോ. അല്ല ഞാൻ അമ്മേനെ അന്ന് കൂട്ടിക്കൊണ്ടിട്ട് അമ്മയ്ക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കാന്നുള്ള എന്റെ ഗിഫ്റ്റ് ആയിരുന്നല്ലോ. പക്ഷെ കരഞ്ഞില്ലല്ലോ. എന്താണ് ഇപ്പൊ കരയാനുള്ള സന്ദർഭം? അതിനെ നമ്മള് കരയാന്ന് പറയാ. എന്തിനാ കരഞ്ഞത്? ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. എന്നാ തുറന്നോളൂ, എന്താന്ന് ഗസ് ചെയ്യും? മാത്രമൊന്നല്ല. എന്താണ്? പക്ഷെ എനിക്ക് വെയിറ്റ് കുറവായിരിക്കില്ലേ? ഇല്ലെങ്കിൽ അമ്മത് ഗിഫ്റ്റ് അടിക്കുവരും. ഇത് ഞാൻ എന്തായാലും പോകുന്നതിൻ്റെ മുന്നേ അമ്മയ്ക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്നാവുന്ന സമയത്തെ അമ്മേനോട് പറയുന്നുണ്ട് നല്ലൊരു ബ്രാൻഡ് നോക്കി അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു, ഇവിടെ ഈ ആൽബർട്ടൈനിൽ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ തന്നെ ബ്ലെൻഡർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആണ് നമ്മൾ പറയണത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരു ഇൻസ്പയർഡ് ആവുന്നത്. അമ്മയ്ക്ക് ആദ്യമായിട്ടാണ് അച്ഛൻ പൂവൊക്കെ ഗിഫ്റ്റ് ചെയ്യണത്. അതാണ് അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റാതെ കണ്ണ് നിറഞ്ഞത്. വലിയൊരു സമ്മാന പൊതിയും കൂടെ ആയപ്പോ അമ്മ കണ്ണ് നിറഞ്ഞു പോയില്ലേ. എന്നാലും ഇതിന്റെ 4 ഞാൻ എത്രയധികം വാങ്ങിച്ചു വെച്ചിട്ട് അമ്മ 5 പൈസയുടെ എക്സ്പ്രഷൻ എനിക്ക് തന്നിട്ടില്ല കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് എക്സ്പ്രഷൻ ഇല്ലാഞ്ഞിട്ടല്ല, കണ്ണ് നിറഞ്ഞിട്ടേ ഉള്ളൂ. ഭയങ്കര നല്ലൊരു സമയമായിരുന്നു കേട്ടോ. അതായത് ഇപ്പം എനിക്ക് തന്നെ തോന്നി നമ്മളെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് അച്ഛൻ അമ്മയ്ക്ക് ഇത്തവണ കാര്യമായിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്നും ഫ്ലവേഴ്സ് വേണമെന്നുള്ളതൊക്കെ ചിന്തിച്ചത്. അത് അമ്മയ്ക്കും ചുറ്റുമുള്ള നമുക്കും എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കാറൊക്കെ എടുത്ത് ദേ ഇവിടെ ഡി ഹാർ എന്ന് പറയുന്ന നമ്മൾ തുടങ്ങിയോടത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. കാസിലിൻ്റെ അവിടെ തിരിച്ചെത്തി. ഇവിടെ നമുക്ക് 2 ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഒന്ന് കാസിലിൻ്റെ അകത്ത് കയറി കാണാൻ വേണ്ടിയും ഒന്ന് ചുറ്റുമുള്ള ഗാർഡനിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും. നമ്മൾ ഗാർഡനിലോട്ടുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കാസിൽ.
അന്ന് നമ്മളിവിടെ വന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയുന്നത് പോലെയുള്ള ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊന്നും കൂടെ അകം കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ടിക്കറ്റ്സ് സോൾഡ് ഔട്ടായി. നമുക്കിവിടെ പാർക്കിൽ നടക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അമ്മ ഡിസപ്പോയിൻറ്റഡ് ആണോ അമ്മ? എവിടെ പരിപാടി അവതരിപ്പിച്ചാലുള്ള അവസ്ഥ? കണ്ടാലാണ് അത്ഭുതം. കാണാൻ പറ്റിയത് കാണാൻ പറ്റില്ല എന്നുള്ള ശീലം. ഡീഹാർ എന്ന് പറയുന്ന ഒരു ഡച്ച് ഫാമിലിയുടെ ആയിരുന്നു കേട്ടോ ഈ ഒരു കാസിൽ. പിന്നെ ത്രൂ മാരേജ് ഫാൻ സൂലൻ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലോട്ട് ഈ ഒരു കാസിൽ കൈമാറി. ഇത് 1440 കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് 2000 ഫാൻ സൂലൻ ഫാമിലി തിരിച്ച് ഡീഹാർ ഫാമിലി ഫൗണ്ടേഷൻ തന്നെ ഈ ഒരു കാസിൽ കൈമാറിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ എൻ്റെ ബാക്കിലെ ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അകത്ത് കയറാനുള്ള നിവൃത്തിയില്ലാത്തത് കാരണം പുറം നമ്മൾ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 5 മണി വരെയാണ് കേട്ടോ ഈ കാസിൽ ഓപ്പൺ. നമ്മൾ വിചാരിച്ചു ഒരു 3:45 എത്തിക്കഴിഞ്ഞാലും ടിക്കറ്റ് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയിരുന്നു. ഇത്ര ഡിമാൻഡുള്ള സ്ഥലമാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഭയങ്കര കാർ പാർക്കിങ്ങിന് അവിടെ ഭയങ്കര ക്യൂ. ഇവിടെ മുന്നേ വന്ന സമയത്തും ഫസ്റ്റ് ടൈം വരുമ്പോൾ രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പറയില്ലേ ജന്മിമാരെന്ന്, അങ്ങനെ ഇവിടുത്തെ ജന്മിമാരുടെ ഒരു വാസസ്ഥലമാണ് ഇത്. അയ്യോ, ഞാൻ എന്തൊക്കെയോ ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി നെയിമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, ഞാൻ മറന്നുപോയി. യുവി ഉറങ്ങി. അപ്പോൾ തൽക്കാലം അവനത് ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് സൺലൈറ്റ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു കാരിയറാണ്. കാസിലിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു നമുക്ക് ഗാർഡനിൽ നടക്കാൻ വേണ്ടിയിട്ട്. കുറേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, അങ്ങനെ സമയം കളഞ്ഞു. ആ മരത്തിൻ്റെ ചില്ല ശ്രദ്ധിച്ചോ? നോക്കി നോക്കൂ, എൽ ഷേപ്പിലാണ് മരങ്ങളുടെ ഈ ചില്ലയൊക്കെ. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചു. ഒരാൾ വന്നിട്ട് ചില്ല ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്ത് ഇത്ര ഇമ്പോർട്ടൻസ് അതിനാണ്. അപ്പോഴാണ് മനസ്സിലായത്. അമ്മയും അച്ഛനും ഫോട്ടോ എടുപ്പിൽ കുറച്ച് ബിസിയാണ്. വിഷ്ണു ഇവിടെ നമ്മുടെ ബാഗ് പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. വിഷ്ണുവിന് എവിടെയായാലും കുറച്ചധികത്തിൽ കൂടുതൽ ഫോട്ടോ എടുക്കുന്നുണ്ടോ. വിഷ്ണു എല്ലാ സ്ഥലം മാറി കിടക്കും. ഇപ്പോൾ മനസ്സിലായത് എനിക്ക് എവിടെ നിന്നാണ് ഈ ക്രൈസ് കിട്ടിയെന്ന്. ഇറ്റ്സ് ഇൻ ദ ജീൻ, യുനോ. അച്ഛൻ പറ്റിക്കണോ? അച്ഛനാകുമ്പോൾ പലയിടത്തുനിന്ന് വിളിച്ചു വരുത്ത് കേട്ടോ. അമ്മ തെറ്റിയടയില്. വിഷ്ണു കഴിഞ്ഞു. താ അവിടെ ഒന്ന് മൊബൈൽ നോക്കാനാ? നമ്മളത്ര ബിസി അല്ല ഇവിടെ. മൂടങ്ങോട്ട് പോയാ കൊട്ടുപോയാല്. ഇവിടെ കണ്ടോ ബേബീസിന്റെ സ്ട്രോളർ ഇവിടെ വെച്ചിട്ട് അകത്തോട്ട് ഈ പറഞ്ഞ പോലെ ഇവനിപ്പോൾ ഇരിക്കുന്ന പോലെയുള്ള കാരിയറിൽ അല്ലെങ്കിൽ എടുത്തൊക്കെ കൊണ്ടുപോകേണ്ടി വരും. രോഹിത്തല്ല, അച്ഛൻ നടക്കുമ്പോൾ അത് എങ്ങനെ നടക്കുക, ഞാൻ നടക്കുമ്പോൾ അങ്ങനെ നടക്കാറുണ്ട്, രോഹിത്തും ഇങ്ങനെ നടക്കാറുണ്ട്. ഇനി കുറച്ച് ഞാൻ യുവാരും ഇങ്ങനെ നടക്കും. ഇനി നമുക്ക് കാര്യമായിട്ടൊന്നും ഇവിടെ ചെയ്യാനില്ല. അതുകൊണ്ട് ഫ്രണ്ടൊന്നും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചേ. എന്തെങ്കിലും പറയട്ടെ എന്നാ. ഒത്തിരി കഷ്ടപ്പെട്ട് വിഷ്ണുക്ക് വീഡിയോ എടുത്തിരുമ്പോൾ നമ്മളിതിൻ്റെ ചുറ്റും നടന്നു. ഏക്കറുകളോളം സ്ഥലമുണ്ട് ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇതിൻ്റെ ചുറ്റും നടന്നു. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്, തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ അടുത്ത് നമ്മളോട് ഇത്രയ്ക്ക് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. കാരണം 5 മണി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യും. ഇവിടെ ഒരു സെൻറ്ററുണ്ട്, വേണമെങ്കിൽ അവിടെ പോവാം, ഡിന്നർ കഴിച്ചാൽ നല്ല വീട്ടിൽ പോവാം. അത്രയ്ക്ക് തന്നെയാണ് ചെയ്യാനുള്ളത് അല്ലേ? താൻ കെട്ടിയതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. തനിക്കിങ്ങനെ ഉമ്മ വയ്ക്കാൻ പറ്റുമ്പോൾ അവൻ്റെ ഫോർഹെഡ് തനിക്ക് കിട്ടണം, അതാണ് അതിൻ്റെ റൈറ്റ് പൊസിഷൻ എന്നാണ് ഞാൻ വായിച്ചത്. നമ്മളിനി പോവാൻ കാറെടുത്തിട്ട് പോവാ. മമ്മി ഓർമ്മിക്കുമ്പോൾ അമ്മേനെ ഹരം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ബർത്ത്ഡേ ഏതായിരുന്നു ഇതിനു മുന്നേ? ഇത്തവണത്തെ പറയരുത്. ബർത്ത്ഡേകളൊക്കെ ഓരോ ബർത്ത്ഡേ നമുക്ക് സന്തോഷം തരേണ്ടത് തന്നെയല്ലേ. എല്ലാ ബർത്ത്ഡേയും നല്ല സന്തോഷമുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ഗംഭീരമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു സ്വഭാവം ചുറ്റുള്ളവർക്കില്ല. എനിക്ക് അങ്ങനെ വലിയ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ ഒരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ബർത്ത്ഡേ ഓർമ്മിക്കാറുണ്ട്, ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാറുണ്ട്. ഇപ്രാവശ്യം അത് പേരക്കുട്ടിയുടെ കൂടെ ഇവിടെ നെതർലാൻഡ്സിൽ വെച്ചതാണെന്നൊരു സ്പെഷ്യലാണ്. നമ്മുടെ നാട്ടിലല്ല ഇതുവരെ എല്ലാ ബർത്ത്ഡേയും, ആദ്യമായിട്ടാണ് നെതർലാൻഡ്സിൽ വെച്ചിട്ടൊരു ബർത്ത്ഡേ. അപ്പോൾ സന്തോഷമുണ്ട്, കുഞ്ഞുവാവ ഒപ്പമുണ്ട്, അപ്പോൾ വേറെ സന്തോഷമുണ്ട്. നേരത്തെ ചിരിച്ചെന്തിനാ അറിയത്? 4ാമത്തെ റീടേക്കാണ് ഏതാന്നുള്ള ആലോചിച്ചിട്ട് എനിക്കെന്നെ ചിരി വന്നായിരുന്നു. നമ്മള് കാർ സീറ്റ് വാങ്ങിക്കുമ്പോഴേ ഈ കാർ സീറ്റ് ബൈ ദ വേ പ്രദുവിന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ.
കാർ സീറ്റ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു കാർ ബേസ് വളരെ നിർബന്ധമായിട്ട് വാങ്ങിക്കണം എന്ന് പ്രതി റിസർച്ച് നടത്തിയതിനു ശേഷം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും തീരുമാനിച്ചായിരുന്നു എന്തായാലും വാങ്ങിക്കണം എന്ന്. ഇതുള്ളപ്പോഴേ കുട്ടീനെ വെക്കാനും എടുക്കാനും തിരിക്കാനും ഒക്കെ കണ്ടോ എളുപ്പമാണ്. പിന്നെ ഈ സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ള പരിപാടി ഒന്നുമില്ല. ഇത് ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്തായിരിക്കുക. കുറച്ചും കൂടെ സ്പേസ് കൂടുതൽ എടുക്കുന്നുണ്ടാവില്ലേ സാധാരണ എടുക്കുന്നതിനേക്കാളും. അതല്ലെങ്കിൽ ഇതെന്തായാലും ഒരു മസ്റ്റ് ബൈ ആണ്. ഇതിപ്പോഴും റെഡാട്ടോ. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മൾ വണ്ടി എടുത്ത് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് ഫേസ് ചെയ്തിട്ട് തന്നെ വെക്കാൻ കേട്ടോ. അതാണ് സേഫ്റ്റി. ഇനി നമുക്ക് മെല്ലെ പോവാൻ നോക്കാം. ഞാൻ ഈ ഒരു ഫ്രെയിം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഡോറിൽ വിഷ്ണുവും ഒരു ഡോറിൽ യുവാനും. ഞാൻ 1-2 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട്. നമ്മൾ യുത്രട്ടിന് ഡ്രൈവ് ചെയ്തിട്ട് ആംസ്റ്റൽഫെയിനിൽ എത്തിയിരിക്കുകയാണ്. ആംസ്റ്റൽഫെയിൻ നമ്മുടെ കൊക്കുസായി റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഷുഷി ശരിക്കും എന്താന്ന് പറയും വിഷ്ണു? എനിക്കിത് പറയാൻ കിട്ടില്ല, ഭയങ്കര ടഫാണ്. എനിക്ക് ഷായി ഒക്കെ പോകുന്ന ടഫാണ്. അപ്പോൾ അങ്ങോട്ട് പോണതിൻ്റെ മുന്നേ നമ്മുടെ പഴയ അപ്പാർട്ട്മെൻ്റ് ആണത്. ഇവിടെയാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് ഒരു 3 കൊല്ലം മുന്നേ. അതിനുശേഷം നമ്മുടെ നിന്ന് അപ്പാർട്ട്മെൻറ്റ് പ്രതും ഇതും എടുത്തു. റെൻറ്റഡ് ആയിട്ടായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് അവിടെ ചുറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ നല്ല നല്ല ഓർമ്മകളുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണത്. അമ്മയും അച്ഛനും ആദ്യം കേട്ടോ വന്നല്ലേ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതല്ല അപ്പുറത്തെ അല്ല, ബാൽക്കണി ഒരു സംഭവമായിരുന്നു. ഇത് രസമായിരുന്നു അവിടെ നോക്കാൻ. അത് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എനിക്ക് അപ്പാർട്ട്മെന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം വീടിനെക്കാളും കേട്ടോ. ഇല്ല, ഇപ്പോഴൊരു മിസ്സിംഗ് ഉണ്ട്. ഭയങ്കര സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ പാർക്കിംഗ്. ഇവിടെ ആംസ്റ്റൽഫെയിൻ സെൻറ്ററത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു കൊക്കുസായി. എനിക്ക് തോന്നുന്നു നമ്മുടെ വ്ളോഗിൽ കുറേ തവണ നമ്മൾ കൊക്കുസായിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊക്കുസായിൽ വന്ന ഓർമ്മയുണ്ടോ നമുക്ക്? കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ എന്താ പറയുക, ഈ പറയുന്ന പോലെ റൗണ്ടായിട്ട് സെർവ് ചെയ്യുക. പിന്നെ അന്ന് അമ്മിയച്ഛനും അത്ര കഴിക്കാത്തൊരു ക്യുസീനായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് വന്നായിരുന്നു. എന്താണിത് തലക്കെട്ട് വിഷ്ണു പറയണ്ട, അമ്മ ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഓരോ വേഷം. മറ്റേ ആദ്യം റെഡ് ജാക്കറ്റ്, റെഡ് സ്വെറ്റ് ഷർട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ബ്ലാക്ക്. നല്ല തണുപ്പുണ്ട് ഇവിടെ, 7 ഡിഗ്രി ഒക്കെയാണ്. വിഷ്ണു തൻ്റെ ഹെയർ കട്ട് നന്നായിട്ടുണ്ടോ നോക്കട്ടെ. അതും ആ കമ്മലും കൂടെ നന്നായിട്ടുണ്ട് കാണാൻ. ഇവിടെ അലേക്കാട്ട് ഓപ്ഷനും വരുന്നുണ്ട്, അതേപോലെ ബുഫിയും വരുന്നുണ്ട് കേട്ടോ. പെർ ഹെഡ് 33 യൂറോ ആണ് വരുന്നത്. ഈ അലേക്കാട്ട് ഓപ്ഷൻ നമുക്ക് എല്ലാ ടൈമിങ്ങിലും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബുഫയാണ് എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് 5 ഡിഷ് വെച്ചിട്ട് 4 റൗണ്ട് നമുക്ക് പറയാം. അതായത് 20 ഡിഷ് ഒരാൾക്ക്. അപ്പോൾ നമ്മൾ 4 പേരുണ്ടാവുമ്പോൾ 4 × 5 20 ഡിഷ് വെച്ചിട്ട് 4 റൗണ്ട് പറയാം. ഒരിക്കലും മുഴുവൻ കഴിക്കാൻ പോകാൻ പറ്റുന്നില്ല. നമ്മൾ എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്കൊരു 3 റൗണ്ട് വരെയൊക്കെ കേട്ടോ മാക്സിമം കഴിക്കാൻ പറ്റുക. അപ്പോഴേക്ക് വയറിങ്ങനെ നിറഞ്ഞ് പൊട്ടാനായിട്ടുണ്ടായിരിക്കും. ഇനി വാങ്ങിച്ച കാര്യങ്ങൾ നമ്മളിവിടെ ബാക്കിയാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പെർ പ്ലേറ്റിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഞാനിവിടെ വന്നിട്ട് കുറേ ആയി കേട്ടോ. എനിക്ക് തോന്നുന്നു 1 വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര റിഗ്രറ്റ് ഫീലാണ്. കാരണം അത്രയും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും. അമ്മേനെയൊക്കെ കണ്ടോ, വയറ് നിറഞ്ഞ് പൊട്ടാനായിട്ടുണ്ട്, സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇനി അമ്മയ്ക്കൊരു ബർത്ത്ഡേ വിഷും കൂടെ കൊടുത്ത് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. Happy birthday to you. Happy birthday to you. Happy birthday, dear. Happy birthday to you.